പൊതുജന സമക്ഷം എത്താൻ ഇടയില്ലാത്തവണ്ണം തേച്ചു മാച്ചു കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയമെടുത്തത്. പാവം നമ്മുടെ മൻമോഹൻ സിംഗ് ആഗ്രഹിച്ചു സുരേഷ് കൽമാടിയോട് മാറ്റാം എന്ന്, ജയ്പാൽ റെഡ്ഡിയെ പിടിച്ചിരുത്താം എന്നും വിചാരിച്ചു. സുരേഷ് കൽമാടി മൻമോഹൻ സിംഗിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ആരോപണം ഉന്നയിക്കുന്ന സർവ്വരെയും വെല്ലുവിളിച്ചു. ധൈര്യം ഉണ്ടായിരുന്നു മാറ്റാൻ. അദ്ദേഹം മംഗളം ചൊല്ലിയല്ലേ പിരിഞ്ഞുള്ളൂ, കോമൺവെൽത്ത് ഗെയിംസിന്റെ മംഗളവും ചൊല്ലി ദാ കിടക്കുന്നതാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പൊടിയും തട്ടി ഇറങ്ങിപ്പോയി. ആരാണ് സുരേഷ് കൽമാടിയെ രക്ഷിച്ചത്? മനസ്സിലൊരു സ്വപ്നത്തിലെങ്കിലും മൻമോഹൻ സിംഗ് ആഗ്രഹിച്ചിരുന്നിരിക്കണം ഈ സുരേഷ് കൽമാടിയെ അധികാരത്തിൽ നിന്ന് മാറ്റണമെന്ന്. കൽമാടിയെ മാറ്റാൻ മൻമോഹൻ സിംഗിനെ തടഞ്ഞതാര? ഒബാമയാണോ? അതോ മിഷേൽ ഒബാമയാണോ? അതോ നമ്മൾ ഇവിടെ ഇരിക്കുന്ന മദാമയാണോ? ആരാ തടഞ്ഞത്? ഇതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ ഇന്ന് നടക്കുന്ന കാട്ടുകൊള്ള, ആ കാട്ടുകൊള്ളയ്ക്ക് കമ്മീഷൻ പറ്റിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അവരൊരു സമ്മേളനം നടത്തി 4-5 ദിവസം മുമ്പ്. വലിയ തമാശ ഇവരുടെ സമ്മേളനം പോലും. 12,000 പേരെ, അതിൽ ഹിന്ദി പറഞ്ഞ് കേമനായ നമ്മുടെ രമേശ് ചെന്നിത്തല വരെ അവിടെ പോയിരുന്നു. 12,000 പേര് അവിടെ പോയിട്ടോ. രാവിലെ 10:30 തുടങ്ങി, 12 മണിയായപ്പോഴേക്ക് ഊണ് കഴിക്കാൻ പിരിഞ്ഞു, പിന്നെ 2:30 കൂടി, പിന്നെ 3:30 പിരിഞ്ഞു. ഇതിനിടയിൽ സോണിയാഗാന്ധി പ്രസംഗിച്ചു, പ്രണാബ് മുഖർജി പ്രസംഗിച്ചു, 2-3 പേര് പ്രസംഗിച്ചു. എന്തിനാ കൂടിയത്? പ്രവർത്തക സമിതിയുടെ പുനഃസംഘടനയ്ക്ക്. എന്താ ചെയ്തത്? സോണിയെ ഇത് മുഴുവൻ ഏൽപ്പിച്ചിട്ട് അവരങ്ങ് പിരിഞ്ഞു. സോണിയെ ഇത് മുഴുവൻ ഏൽപ്പിച്ചിട്ട് പിരിയാനായിരുന്നെങ്കിൽ എന്റെ കോൺഗ്രസ്സുകാരാ ഇവിടെ നിന്നൊരു മെസ്സേജ് അയച്ചാൽ പോരുന്നു, ഞങ്ങൾ ഏറ്റിരിക്കുന്നു, സോണിയെ എന്തുവേണം ചെയ്തോട്ടെ. മുഴുവൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് അവര് പ്രസംഗിച്ചു, RSSന്റെ ഭീകരത അത് നാടിന് വലിയ ആപത്താണ്. പ്രധാന വിഷയം അതാണ്. കൺമുമ്പിൽ ആരായിരുന്നിരുന്നത്? പഴയ കടമനിട്ട കവിതയിൽ പറയുന്നത് പോലെ മുന്നിൽ ചുമ്മാ മുറുക്കി ചുവപ്പിച്ചും ഇടം കണ്ണാൽ പുറത്തിയെ കടാക്ഷിച്ചും കൊണ്ടിരിക്കും കലാനാഥന്മാർ ആരൊക്കെയായിരുന്നു? അശോക് ചവാൻ, ഷിൻഡെ, സുരേഷ് കൽമാടി. മോശക്കാരല്ല. ചുരുങ്ങിയത് ഒരു 1000 കോടിയുടെ മുകളിൽ മാത്രം അഴിമതി നടത്തി ശീലമുള്ള ആൾക്കാരെ മുന്നിലിരുത്തിക്കൊണ്ട് നടത്തിയ ഒരു സംരംഭം. എത്ര വിചിത്രവും എത്ര അപഹാസ്യവുമാണ് ഇവരുടെ ഈ പ്രവർത്തന ശൈലി. അതിൽ കമ എന്നൊരക്ഷരം പോലും ഈ നാട് നേരിടുന്ന യഥാർത്ഥ പ്രശ്നമായ പൊതുപ്രവർത്തകരുടെ അഴിമതിയെ കുറിച്ച് പരാമർശിച്ചില്ല. ഇതൊന്നും അറിയാതെ ദക്ഷിണ ഭാരതത്തിൽ നിന്ന് പോയ ഏതോ ഒരു നേതാവ് നടത്താനിരുന്ന പ്രസംഗത്തിൽ അഴിമതി എന്നൊരു വാക്കുണ്ടായിരുന്നു അത്രേ. കോൺഗ്രസിന്റെ നേതൃത്വം അറിഞ്ഞപ്പോ ആ വാക്ക് തന്നെ അടിച്ചു കളയണം. ആ വാക്കുപോലും പറഞ്ഞിരിക്കുന്നത് അഴിമതി എന്ന് ചിലപ്പോ വേറെ എല്ലാം പറഞ്ഞതായിരിക്കാം, പക്ഷെ അതുപോലും പറയരുത് എന്ന് നിശ്ചയിച്ചുകൊണ്ട് നടത്തിയ ഒരു കോൺഗ്രസ് സമ്മേളനം. അതിലെ മുഖ്യ തീരുമാനം RSSനെ ഇല്ലാതെയാക്കാൻ. അങ്ങനെ ആവുന്നതല്ല RSS. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ഇല്ലാതെയാക്കാൻ ഭാരതത്തിന്റെ ചരിത്രമോ പാരമ്പര്യമോ 12 വയസ്സ് പോലും ആകാത്ത ഒരു കുഞ്ഞ് RSSന്റെ കുടുംബത്തിലെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ തുടക്കത്തിൽ വന്ദേമാതരം ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലി ഞാൻ വെല്ലുവിളിക്കുന്നു, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷയ്ക്കോ അവരുടെ മകനോ ഇതേപോലെ ജനങ്ങളുടെ മുന്നിൽ നിന്ന് വന്ദേമാതരം മുഴുവൻ പാടാമോ? വന്ദേമാതരം കൊണ്ട് ജനഗണമന പാടാമോ? അക്ഷരസ്ഫുടതയോടെ ജനഗണമന അറിയുമോ ഇവർക്ക് ഭാരതത്തിന്റെ 4 അതിരേതൊക്കെയാണോ എന്ന്? ഇനി ചോദിക്കട്ടെ ഈ രാഹുൽ ഖണ്ഡിയോട്. അയാൾ RSSും സിമി എന്ന് പറഞ്ഞില്ലേ, രണ്ടിന്റെയും ഫുൾ ഫോമെങ്കിലും അറിയാമോ ഇയാൾക്ക്? രണ്ടിനും ഫുൾ ഫോമെങ്കിലും. അവിടെ ഇവിടെയും പോയി എന്തെങ്കിലും പറയുക, അടിച്ചേ ചോട്ടം എന്ന് പറഞ്ഞ് പിള്ളേര് കളിക്കുന്ന ഒരു കളിയുണ്ട്. അടിച്ചിട്ട് ഓടുക, എവിടെയും പോയി തോന്നുക, എങ്ങോട്ടെങ്കിലും ഓടുക. ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്ന് സായിപ്പ് പറയും ഇതിനെ കുറിച്ച്. വെടിവെക്കുക, ഓടുക. ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്ന് കേൾക്കുമ്പോഴും കോൺഗ്രസിനെ തന്നെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. കാരണം ഈ പഴയ കൊട്രോച്ചി അഴിമതിയില്ലേ, ആ കൊട്രോച്ചി അഴിമതിയിൽ വാങ്ങിക്കൂട്ടിയ ഹൗവിറ്റ്സർ തോക്കുകളുടെ പേരാണ് ഷൂട്ട് ആൻഡ് സ്കൂട്ട്. വെടിവെക്കുക, ഓടിപ്പോകും. ഇവരതൊരു സ്വഭാവമാക്കി വെച്ചിട്ടുണ്ട്. അവിടെയെങ്കിലും ചെല്ലുക, എന്തെങ്കിലും പറയുക. അമേരിക്കയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമൊക്കെ ഇറക്കുമതി ചെയ്ത പ്രസംഗ
മീഡിയ മാനേജേഴ്സ് എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങൾ അതാ സമയത്ത് വന്ന് റോസ്ത്രത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ച് അതിടക്കിടക്കിടങ്ങെന്നാൽ പാർത്തുകൊണ്ട് പ്രസംഗിക്കാനല്ലാതെ വേറെ ഭാരതത്തിന്റെ ഒരു ചരിത്രം അറിയില്ല. ഞാനിത് വെറുതെ പറയുന്നല്ല. ഈ രാഹുൽ എന്ന് പറയുന്ന സാധനം ഈ കഴിഞ്ഞ ദിവസം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി ഇതേപോലെ എന്തോ ഒരു സ്കൂട്ടിംഗ് നടത്താൻ പുറപ്പെട്ടപ്പോ അവിടുത്തെ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകന്മാർ പോയി, സർ ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഈ ഭാരതത്തിലേക്ക് വിദേശ സർവകലാശാലകൾ വരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇവർ ചോദിച്ചു തന്നെ ആ മനുഷ്യന് മനസ്സിലായില്ല. പിന്നെ ആകെ വിദേശം എന്ന് പറയുന്നത് മനസ്സിലായി. കാരണം വിദേശം എല്ലാം ആകാം എന്ന് വിചാരിക്കുന്ന ഒരു കുടുംബമാണല്ലോ. അമ്മ വിദേശമാവാം, ഭാര്യ വിദേശമാവാം, ഭരണാധികാരികൾ വിദേശമാവാം, പണവും വിദേശമാകാം എന്ന് ചിന്തിക്കുന്ന, പിന്നെ അത്യാവശ്യം പാനീയവും വിദേശമാകാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഈ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ കൂടി യാത്ര ചെയ്തു. ഈ സെക്രട്ടറി കേരളത്തിൽ കൂടി ആരെ കൂട്ടിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്? ചിത്രമൊക്കെ ഈ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഒരു കൊളംബിയൻകാരി പെൺകുട്ടി. സാധാരണ ഈ നാട്ടിലൊരു പാവപ്പെട്ട മനുഷ്യൻ രേഖകളില്ലാതെ സ്വന്തം ഭാര്യയെയും കൂട്ടി ഗുരുവായൂർ പോയാൽ ഒരു ലോഡ്ജിൽ മുറിയെടുത്താൽ അവിടെ SIക്കോ പോലീസുകാരനോ കാശ് കൊടുത്തില്ലെങ്കിൽ ഇമ്മോറൽ ട്രാഫിക് എന്ന് പറഞ്ഞ് പിടിച്ച് ജയിലിൽ കൊണ്ടിടും. ആ നാട്ടിലാണ് പരസ്യമായ ഒരു പെൺകുട്ടിയുമായിട്ട് നടന്നലഞ്ഞത് കല്യാണം കഴിക്കാത്ത ഈ ആള്. അയാളാണ് RSSനെയും സിമിയെയും താരതമ്യം ചെയ്തത്. ഞാൻ പറഞ്ഞു, ഈ നാടിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കുവാനും വേണ്ടി ശ്രമിക്കണം. അത് ശ്രമിച്ച് കൃത്യമായി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. നാട് നേരിടുന്ന ഭീകരതയുടെ യഥാർത്ഥമായ ആഴം എന്താണ് എന്ന് തിരിച്ചറിയണം. അതിനെതിരെ എന്തെങ്കിലും ചെയ്യണം ബുദ്ധിപൂർവം. കാശ്മീരിന്റെ പ്രശ്നം ഈ നിലയിലേക്ക് വഷളാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. കാശ്മീരിനെ പാകിസ്ഥാന് തീരെഴുതി കൊടുക്കുവാൻ വേണ്ടി തീരുമാനിക്കരുത്. പ്രശ്നങ്ങളെ, ചരിത്രത്തെ വ്യക്തമായി മനസ്സിലാക്കുന്നവർക്ക് അതിന് സാധിക്കില്ല. പക്ഷെ ഈ കുടുംബത്തിനും ആ കുടുംബത്തെ നേതാക്കന്മാരായി സ്വീകരിച്ചിട്ടുള്ള കോൺഗ്രസിന് സത്യത്തിൽ അവർക്ക് കാശ്മീരിനോടോ ഈ നാടിന്റെ നന്മയെ കുറിച്ചോ യാതൊരു വ്യാകുലതയും ഇല്ല എന്നതാണ് വസ്തുത. ഈ സമീപകാലത്ത് പ്രശ്നങ്ങൾ ഏറെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംഘത്തിനെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇവർ രംഗത്ത് വന്നതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. അതുകൂടി നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് പിരിയുവാൻ. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ UPA സർക്കാർ ഇപ്പോൾ വന്നതിന്റെ തൊട്ടുമുമ്പ് അധികാരത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ തനിക്ക് ലഭിക്കുമായിരുന്ന പ്രധാനമന്ത്രി കസേര തന്റെ കീഴിൽ നിന്ന് വലിച്ചു മാറ്റി തന്നെ താഴത്തു വീഴ്ത്തിയത് ഈ നാട്ടിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളായിരുന്നു എന്ന്, ഹൈന്ദവ പ്രസ്ഥാനങ്ങളാണ് എന്ന് അവർ വിശ്വസിച്ചു. ശരിയായിരിക്കാം, ഉറപ്പാണ്. ഒരു വിദേശിക്ക്, അതും ഇറ്റലിയിൽ നിന്നുള്ള വിദേശിക്ക്, ഇറ്റലിയിൽ നിന്ന് എന്ന് അടിവരയിട്ട് ഞാൻ പറയാനുള്ള കാരണം ചില അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട് ലോകത്ത്. ഒരു നാട്ടിലെ വ്യക്തിക്ക് മറ്റൊരു രാഷ്ട്രത്തിൽ ഭരണാധികാരിയോ മറ്റെന്തെങ്കിലും ആകണമെങ്കിൽ അവിടെ ആ വ്യക്തി പിറന്ന നാട്ടിൽ ഇവരെവിടെയാണോ എന്തെങ്കിലും സ്ഥാനം വഹിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നുള്ളവർക്ക് ഇവിടെയും ആകാൻ പറ്റും. പരസ്പരം ഒരു റെസിപ്രോക്കസി എന്ന് പറയുന്ന നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചും ഇറ്റലിക്കാർക്ക് ഭാരതത്തിൽ പ്രധാനമന്ത്രിയാകാൻ സാധ്യമല്ല. ഭാരതത്തിലെ അവസാനത്തെ കുഞ്ഞു വരെ മരിക്കട്ടെ, പിന്നെ ആകാം ഒരു റോമാക്കാരി ഇവിടെ നിന്ന് മരിക്കുന്നത് എന്ന് പറഞ്ഞു ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ. സത്യമാണ്. ഇനിയും അതിന് മോഹിക്കേണ്ട ശ്രീമതി സോണിയാഗാന്ധി, അവരുടെ കുടുംബക്കാർ ഇവിടുത്തെ കോൺഗ്രസുകാർ. ഈ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലെങ്കിലും ആയേക്കാം എന്നും വിചാരിക്കണം. അതിനെ എതിർത്തു എന്നത് വസ്തുതയാണ്. സംഘ കുടുംബത്തിലെ ആരാധ്യയായ ഒരു അമ്മ, ഭാരതത്തിലെ ഏറ്റവും ആരാധ്യയായ അമ്മ ശ്രീമതി സുഷമാ സ്വരാജ് അന്ന് പ്രഖ്യാപിച്ചു, അങ്ങനെ ഒരു ശാപം ഈ നാടിന്റെ മേലെ വരികയാണ് എങ്കിൽ തലമുണ്ഡനം ചെയ്ത് വെറും നിലത്ത് കിടന്ന് ഭക്ഷണം കഴിക്കാതെ ഞാൻ മരിക്കാൻ തയ്യാറാണ്. അത് എതിർത്തു എന്നത് വസ്തുതയാണ്. ഹിന്ദു പ്രസ്ഥാനങ്ങൾ എതിർത്തത് കൊണ്ടല്ല, നിയമം അറിയാവുന്നത് കൊണ്ട് അന്നത്തെ രാഷ്ട്രപതിയും ഈ സ്ത്രീയെ ഒറ്റയ്ക്ക് മുറിയിൽ വിളിച്ചു കയറ്റി പറഞ്ഞ അബദ്ധത്തിന് പുറപ്പെടേണ്ട, ഞാനായിട്ട് എതിർക്കേണ്ട അവസ്ഥ വരരുത്, അതുകൊണ്ട് പിന്മാറിക്കൂ. അന്ന് തുടങ്ങിയതാണ് തീർത്താലും തീരാത്ത RSS വിരോധം, പക. ദിവസങ്ങൾക്കുള്ളിൽ ടേക്ക് ഇറ്റ് ഫ്രം മീ
ദിവസങ്ങൾക്കുള്ളിൽ ഈ കോൺഗ്രസ് അധ്യക്ഷ ഭാരതത്തിന്റെ ഹോം ഡിപ്പാർട്ട്മെന്റിനെ പ്രത്യേകം സമൻ ചെയ്ത് വിളിച്ചുകൂട്ടി. ഹോം ഡിപ്പാർട്ട്മെന്റിന് ഭാരതത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ എന്തെല്ലാം പണിയാണുള്ളത്? ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കണം. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനു പകരം ഹോം ഡിപ്പാർട്ട്മെന്റിനെ